നമസ്കാരം. ജനാധിപത്യത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമുക്ക് കൊള്ളക്കാരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരെ വോട്ട് ചെയ്ത് പുറത്താക്കാമെന്നതാണ്. പിണറായി വിജയനെ നമ്മൾ പുറത്താക്കിയത് എത്ര ഊക്കോടെയാണ്. 2009 മണ്ഡല പുനർവിഭജനത്തിന് ശേഷം എന്ത് സംഭവിച്ചാലും LDFിനെ 60 സീറ്റ് ഉറപ്പാണെന്ന് പറഞ്ഞു നടന്നിരുന്ന CPMനെ 34 സീറ്റിൽ ഒതുക്കി കേരള ജനത. എന്നാൽ ഇങ്ങനെയൊന്നും അവസാനിപ്പിക്കാൻ കഴിയാത്ത ചില കൊള്ളക്കാരുണ്ട്. അവർ ജനപ്രതിനിധികളല്ല, പക്ഷേ കേരളത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഖേദകരം. അങ്ങനെ നോക്കിയാൽ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാരൻ SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു കൊള്ളക്കാരനെ കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പും കാണാനില്ല, ഇനിയോട്ട് കാണാനും പോകുന്നില്ല. തൻ്റെ മദ്യക്കച്ചവടത്തിൻ്റെ മറവിനായി അദ്ദേഹം SNDP എന്ന മഹത്തായ പ്രസ്ഥാനത്തെ അനധികൃതമായി ഗുണ്ടകളെ വെച്ച് പിടിച്ചെടുക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി മദ്യക്കച്ചവടത്തേക്കാൾ വലിയ ലാഭം സമുദായ കച്ചവടമാണെന്ന്. മഹാനായ ഗുരുദേവനെ സൈഡ് ലൈൻ ചെയ്ത് SNDP എന്ന മഹത്തായ പ്രസ്ഥാനത്തെ തൻ്റെ കള്ളക്കച്ചവടത്തിൻ്റെ ആയുധവും താവളവുമാക്കി മാറ്റുന്നു. കോടിക്കണക്കിന് രൂപയാണ് വെള്ളാപ്പള്ളി നടേശൻ SNDPയെയും SN ട്രസ്റ്റിനെയും ഉപയോഗിച്ച് അടിച്ചു മാറ്റിയത്. പാവപ്പെട്ട ശ്രീനാരായണീയർ ചതയ ദിനത്തിൽ ഉപയോഗിക്കുന്ന മഞ്ഞ നിറമുള്ള ബനിയനും മുണ്ടും വരെ തമിഴ്നാട്ടിൽ ഇറക്കിക്കൊടുത്ത് കമ്മീഷൻ കൈപ്പറ്റി ഇവർ. SN ട്രസ്റ്റിൻ്റെയും SNDP യോഗത്തിൻ്റെയും കീഴിലുള്ള സകല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും നിയമനങ്ങളിലൂടെ കോടിക്കണക്കിന് രൂപയാണ് ഇവർ ഉണ്ടാക്കിയെടുത്തത്. എന്തിനേറെ പാവപ്പെട്ട ശ്രീനാരായണീയർക്ക് പഠിക്കാനുള്ള സ്കൂളുകളിൽ കാശ് മേടിച്ച് അഡ്മിഷൻ കൊടുത്തു. SNDPക്കാരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയക്കാരോടും സർക്കാരോടും വിലപേശി കോടികൾ ലാഭമുണ്ടാക്കി. തൻ്റെ വളർച്ചയ്ക്ക് തടസ്സം നിന്ന സകല മനുഷ്യരെയും നിർദ്ദയം ചവിട്ടി താഴ്ത്തി. SNDP യോഗത്തിലെ പ്രതികരിക്കുന്ന നേതാക്കളെ മുഴുവൻ പുറത്താക്കി. അവരിൽ പലരെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചു. തൻ്റെ നേട്ടത്തിന് കൂട്ടുനിന്ന മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്തു. അങ്ങനെ മാറി മാറി വരുന്ന സർക്കാരുകളുടെ പ്രീതി കൈപ്പറ്റാൻ വേണ്ടി സമുദായ നേതാവ് എന്ന നിലയിൽ നേതാക്കന്മാർ വിളിച്ചു വരുത്തി സ്വയം ആദരവ് കൈപ്പറ്റി കൊള്ള തുടർന്നുകൊണ്ടിരുന്നു. പിണറായിയുടെ മകളെ തൊട്ടാൽ അത് പാർട്ടിക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണെന്ന് പറഞ്ഞ് പാവപ്പെട്ട അണികൾ തെരുവിലിറങ്ങി അടികൊള്ളുന്നത് പോലെ വെള്ളാപ്പള്ളിയുടെ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞാൽ അത് SNDPക്കെതിരെയും ഗുരുദേവനെതിരെയുമുള്ള യുദ്ധപ്രഖ്യാപനമായി വ്യാഖ്യാനിച്ച് പാവങ്ങളുടെ പേരിൽ കൊള്ള തുടർന്നുകൊണ്ടിരുന്നു. ആർക്കും വെള്ളാപ്പള്ളി നടേശനെ തൊടാൻ കഴിയുമായിരുന്നില്ല. കേരളം ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം വെള്ളാപ്പള്ളി നിൽക്കും. മകനെയും ഭാര്യയെയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കൊപ്പം നിർത്തും. ആ കെയർ ഓഫിൽ കേന്ദ്രത്തിൽ നിന്നും അതിസുരക്ഷയും ഉറപ്പാക്കും. അങ്ങനെ നീണ്ട 30 വർഷമാണ് SNDP എന്ന സമുദായ സംഘടനയെ വെള്ളാപ്പള്ളി നടേശൻ നീരൂറ്റി കുടിച്ച് തടിച്ചു കൊഴുത്തത്. പിണറായി തന്നെയായിരിക്കും വീണ്ടും ഭരണത്തിൽ വരുന്നത് എന്ന ഉറപ്പിൽ അതിനുവേണ്ടി വിടുപണിയെടുത്ത് നടക്കുകയായിരുന്നു വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളിയുടെ വാക്ക് തമസ്കരിച്ചുകൊണ്ട് SNDPക്കാർ വരെ പിണറായി വിജയനെതിരെ വോട്ട് ചെയ്തു. അങ്ങനെ അധികാരത്തിലെത്തിയ VD സതീശൻ വെള്ളാപ്പള്ളി നടേശനെ നിലയ്ക്ക് നിർത്തും എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. സമുദായ നേതാവ് എന്ന നിലയിൽ വെള്ളാപ്പള്ളിക്കെതിരെ ചാടിയിറങ്ങി എന്തെങ്കിലും നടപടിയെടുക്കുക പ്രയാസമാണ്. അപ്പോൾ അതിന് വർഗീയ വിഭജനമുണ്ടാകും. ഇപ്പോൾ തന്നെ VD സതീശൻ മുസ്ലിം സമുദായത്തിന്റെ അടിമയാണ്, ജമാഅത്ത് ഇസ്ലാമിയുടെ സർക്കാരാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർ വെള്ളാപ്പള്ളി വേട്ടയുടെ പേരിൽ വർഗീയത ഉണ്ടാക്കി രംഗത്തിറങ്ങുമെന്നറിയാം. അതുകൊണ്ട് തന്നെ കരുതലോടെ സൂക്ഷ്മതയോടെയാണ് VD സതീശൻ നീക്കങ്ങൾ. ചാടിയിറങ്ങി വലവീശി പിടിച്ച് ജയിലിലടയ്ക്കാനൊന്നും VD സതീശൻ ശ്രമിക്കില്ല. SNDP സമുദായത്തിൽ നിന്ന് തന്നെ നീക്കങ്ങൾ ഉണ്ടായി അതിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവായ VM സുധീരൻ VD സതീശന് പരാതി കൊടുത്തത്. വെള്ളാപ്പള്ളി സ്വന്തം കുടുംബക്കാരനെ പോലെ കൂടെ കൊണ്ടു നടന്ന കണിച്ചകുളങ്ങര യൂണിയൻ സെക്രട്ടറി KK മഹേഷിന്റെ തലയിലേക്ക് എല്ലാ അഴിമതിയും കൊണ്ടിട്ട് തലയുരാൻ ഒരു ശ്രമം നടന്നു. എല്ലാ തെളിവുകളും പുറത്തു വന്നപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല, മഹേഷിനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് വരുത്തി വെള്ളാപ്പള്ളി തടിതപ്പാൻ ശ്രമിച്ചപ്പോൾ 32 പേജുള്ള ഒരു കുറിപ്പെഴുതി വെച്ച് സ്വയം ജീവനൊടുക്കുകയായിരുന്നു മഹേശൻ. പക്ഷെ ആത്മഹത്യാ പ്രേരണയ്ക്ക് ഒരു കേസെടുക്കാൻ പോലും പിണറായിയുടെ പോലീസ് തയ്യാറായില്ല. മഹേഷിന്റെ കുടുംബം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ഒരു കേസെടുത്തെങ്കിലും വെള്ളാപ്പള്ളി ചോദ്യം ചെയ്യാനുള്ള ധൈര്യം പിണറായിയുടെ പോലീസിനുണ്ടായിരുന്നില്ല. ആ കേസ് കുത്തിപ്പൊക്കിയിരിക്കുകയാണ് ഇപ്പോൾ VM സുധീരൻ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിരിക്കുന്നു. ആ പരാതി അന്വേഷിക്കാൻ പോലീസിനോട് ആവശ്യപ്പെടാതിരിക്കാൻ മുഖ്യമന്ത്രി VD സതീശന് കഴിയില്ല. ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കാൻ അയാളുടെ വിധവ ആവശ്യപ്പെടുമ്പോൾ ആ ആവശ്യത്തിന് VM സുധീരൻ എന്ന ഈഴവ സമുദായത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെടുമ്പോൾ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ച് കൈമലർത്താൻ VD സതീശന് പറ്റും. പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ വെച്ച് മഹേഷിന്റെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷണം നടന്നാൽ
വെള്ളാപ്പള്ളിയും മകനും കുടുങ്ങും. അതിൽ മാത്രമല്ല, മഹേഷിനെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് എങ്ങനെയാണ് വെള്ളാപ്പള്ളി അതിനീചനായി കൊള്ള നടത്തിയത് എന്നും തെളിഞ്ഞു വരും. പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുക്കാനും കെ മഹേഷിന്റെ മരണത്തിന് പിന്നിലെ വെള്ളാപ്പള്ളിയുടെ കറുത്ത കരങ്ങൾ കണ്ടെത്താനുമുള്ള തീരുമാനം രാഷ്ട്രീയ നേതൃത്വം എടുത്തു കഴിഞ്ഞു. ഇതിന് തൊട്ടു പിന്നാലെ കേരളത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന തരത്തിൽ ചില നീക്കങ്ങൾ കൂടി നടക്കുകയാണ്. സമുദായത്തിലെ പ്രധാനപ്പെട്ട ചിലർ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ അഴിമതിക്കെതിരെ, മൈക്രോ ഫിനാൻസ് തട്ടിപ്പിനെതിരെ, SNDP യോഗത്തെ ഇല്ലാതാക്കിയതിനെതിരെയുള്ള പരാതിയുമായി രംഗത്ത് വരും. ആ പരാതി അന്വേഷിച്ചാൽ അതിലാർക്കും വർഗീയത പറയാൻ കഴിയില്ല. കാരണം പരാതിക്കാർ അത്രമാത്രം സ്വാധീനമുള്ള സമുദായ നേതാക്കൾ തന്നെയാവും. ആ അന്വേഷണത്തിനും പ്രത്യേക സംഘത്തെ ഉണ്ടാവും. വെള്ളാപ്പള്ളിക്ക് ഇതൊക്കെ അനുഭവിക്കാനുള്ള ആയുസ് ബാക്കി ഉണ്ടാവുമോ എന്ന് മാത്രമേ സംശയമുള്ളൂ. എന്നാൽ വെള്ളാപ്പള്ളിയുടെ കാലശേഷവും വെള്ളാപ്പള്ളി അനധികൃതമായി സമ്പാദിച്ചു കൂട്ടിയ സ്വത്തുക്കളൊക്കെ കൈവശപ്പെടുത്താമെന്ന് ആഗ്രഹിക്കുന്ന വെള്ളാപ്പള്ളിയുടെ പിന്തുടർച്ചക്കാർക്ക് അനുഭവിക്കേണ്ടി വരും, ജയിലിൽ പോവേണ്ടി വരും. അതിനുള്ള നീക്കങ്ങൾ സതീശൻ ആരംഭിച്ചു കഴിഞ്ഞു. SNDP സംരക്ഷണ സമിതിയുടെ ചെയർമാനായ അഡ്വക്കേറ്റ് ചന്ദ്രസേനോട് ഞാൻ ഇതേക്കുറിച്ചൊന്ന് ചുരുക്കി പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൂടി കേൾക്കുക. SNDP യോഗത്തോടും SN-ട്രസ്റ്റിനോടും ചെയ്ത ക്രിമിനൽ പ്രവൃത്തികളിൽ ഒന്ന് എന്ന് പറയുന്നത് ശ്രീനാരായണ സമൂഹത്തെ മുഴുവൻ ഒരു ക്രിമിനൽ വൽക്കരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദുര്യോഗം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായത് ശ്രീനാരായണ പ്രസ്ഥാനത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ നിന്നും മാറ്റി ഒരുപറ്റം കള്ളു കച്ചവടക്കാരിൽ നിന്നും മദ്യവ്യാപാരികളിലേക്ക് കൈമാറ്റം ചെയ്തത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ്. രണ്ടാമത്തെ കാര്യം, ഈ പ്രസ്ഥാനത്ത് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഒരൊറ്റ ക്രിമിനൽ കേസുകളോ മറ്റു കേസുകളിലോ പ്രതിയായിരുന്നവർക്ക് സ്ഥാനമില്ലായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസ് പ്രതികളായിരിക്കുന്നവർക്ക് മാത്രമാണ് യൂണിയൻ തലത്തിൽ ഭാരവാഹികളാകാൻ കഴിയുന്നത്. മൂന്നാമത്തെ കാര്യം, SNDP യോഗത്തിന്റെ സാധാരണപ്പെട്ട അംഗങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള അംഗീകാരവും കിട്ടുന്നില്ല, അവർക്കൊരു സഹായവും കിട്ടുന്നില്ല. മറിച്ച് ഈ സഹായങ്ങൾ മുഴുവൻ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് ഉന്നതന്മാരായിട്ടുള്ള വ്യവസായികൾക്ക്, മദ്യവ്യാപാരികൾക്ക് മാത്രമായി പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. നാലാമതായി, ഈ പ്രസ്ഥാനത്തിലെ നിയമനങ്ങൾ SNDP യോഗത്തിലും SN-ട്രസ്റ്റിലും നടക്കുന്ന ഉള്ള കോളേജുകളിലും സ്കൂളുകളിലും നടക്കുന്ന നിയമനങ്ങൾ മുഴുവൻ അത് ഒരു വിഭാഗം സാമ്പത്തിക ലാഭം മാത്രമുള്ള അല്ലെങ്കിൽ സാമ്പത്തിക മാത്രം വാങ്ങി അതിനെ നിയമനം നടത്തുകയും ഈ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ SN-ട്രസ്റ്റിലും ഏകദേശം വെള്ളാപ്പള്ളിയുടെ കാലത്ത് ഏകദേശം എത്ര കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ടായിരിക്കും നിയമനം വഴിയാണ്? നിയമനം വഴിയാണ്ട് 3000 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. 3000 കോടിയോ? 3000 കോടിയുടെ മിനിമം അത് അടിച്ചു മാറ്റിയിരിക്കുക അവര് ഇത്രയും കാലം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ നടക്കുന്ന 86 നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ആ 86 നിയമനങ്ങൾ നിയമവിരുദ്ധമാണ്. അത് ഒരു മാനേജ്മെന്റിനും കേരളത്തിൽ ഒരു മാനേജ്മെന്റിനും കൊടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ സർക്കാർ കോളേജുകളിലൊന്നും കഴിഞ്ഞ 3 വർഷക്കാലമായി നിയമനങ്ങളേ ഇല്ല. ആ സ്ഥാനത്താണ് SN കോളേജുകൾക്ക് മാത്രമായി 86 നിയമനങ്ങൾ നടന്നേക്കുന്നത്. ഈ 86 നിയമനങ്ങൾക്ക് 1,10,00,000 വെച്ച് 1,10,00,000 മുതൽ 1,20,00,000 രൂപ വരെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വാങ്ങി. അല്ലാതെ അപ്രൂവൽ കൊടുക്കേണ്ട ഈ പുതിയ സർക്കാരല്ലേ? പുതിയ സർക്കാർ അപ്രൂവൽ കൊടുക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഈ പണം മുഴുവൻ നഷ്ടപ്പെടും. ഈ പറയുന്ന കാശ് കൊടുക്കുന്നവർക്ക് നഷ്ടപ്പെടും, തീർച്ചയായിട്ടും നഷ്ടപ്പെടും. കാരണം വെള്ളാപ്പള്ളി തിരിച്ചു കൊടുക്കത്തില്ല. വെള്ളാപ്പള്ളിക്കെതിരെ ഈ ശബ്ദം ഉയർത്താൻ ഈ പൈസ അവർക്ക് ധൈര്യം ഉണ്ടാവത്തില്ല. ഇല്ല. മൂന്നാമത്തെ ഇതിനകത്ത് വേറെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് സർ. അതായത് വ്യാജമായ സത്യവാങ്മൂലം വെള്ളാപ്പള്ളി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സൂപ്പർ ന്യൂമററി തസ്തിക ഇല്ല എന്നും പറഞ്ഞിട്ട് പല കോളേജുകളും ഇല്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവിടെയൊക്കെ സൂപ്പർ ന്യൂമററി തസ്തികകളുണ്ട്. അത് ഞങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു. പലയിടത്തും ഈ വർക്കിംഗ് അവേഴ്സ്, വർക്ക് ലോഡ് എന്ന് പറയുന്നത് കളവായിട്ടും കൃത്രിമമായും രേഖപ്പെടുത്തിയതാണ്. 2023 സീലിംഗ് വെച്ചുകൊണ്ട് ചെയ്തേക്കുന്ന വർക്ക് ലോഡ് നിയമവിരുദ്ധമാണ്, പൂർണ്ണമായ നിയമവിരുദ്ധമാണ്. അതിന്റെ മുഴുവൻ തെളിവുകളും ഞങ്ങൾ കോടതിക്ക് കൊടുക്കുന്നുണ്ട്. ഈ മൈക്രോ ഫിനാൻസിന്റെ പേരിൽ വെള്ളാപ്പള്ളി പ്രതിയാർക്കപ്പെട്ട കേസുകളുണ്ടോ? എത്ര കേസ്? ഏകദേശം എത്ര കേസ്? അത് ഞങ്ങള് തന്നെ, ഞങ്ങളുടെ ആളുകൾ തന്നെ ഈ കേസ് കൊടുത്ത് ഏതാണ്ട് 10ഓളം യൂണിയനുകളിലുള്ള കേസുകളുണ്ട്. ഇത് കൂടാതെ വെള്ളാപ്പള്ളി നടേശന്റെ മകനും ക്രിമിനൽ കേസ് പ്രതിയായിട്ടുള്ള ചേർത്തല യൂണിയനിലെ 100 കോടി പരം രൂപയുടെ ഒരു അഴിമതി കേസുണ്ട്. അതൊക്കെ പോലീസ് എഴുതിത്തള്ളുക ചെയ്തേക്കുന്നത്. ഈ ചുരുക്കി എന്ന് പറയാം, ഈ മൈക്രോ ഫിനാൻസ് എങ്ങനെ തട്ടിപ്പ് നടന്നത്? ഒരുപാട് വിശദമായിട്ട് വേണ്ട, വളരെ ചുരുക്കി. എങ്ങനെയാണ്, എവിടുന്ന് പണം എടുത്തു, എങ്ങനെയാണ് തട്ടിപ്പാക്കിയെന്ന് പറയാം ചുരുക്കി. പറയാം. അത് കേരള സ്റ്റേറ്റ് ബാക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നും 15.5 കോടി രൂപയാണ് എടുത്തത്.
അതിൽ നടന്ന തട്ടിപ്പെന്ന് പറയുന്നത് 3% പലിശയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് 12% മുതൽ 24% വരെ പലിശയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അത് സാധാരണക്കാർക്ക് കൊടുത്തില്ല. അത് വ്യാജ സംഘങ്ങളെ ഉണ്ടാക്കി യൂണിയനുകൾ വഴി കൊടുത്തു എന്ന് രേഖയുണ്ടാക്കിയ ആ പണം അവരടിച്ചു മാറ്റി, എന്നിട്ട് തിരിച്ചടച്ചില്ല. തിരിച്ച് ഇപ്പോ കൊണ്ടുവന്ന ഈ അടുത്ത 2017 അടച്ചതെന്ന് പറയുന്നത് മറ്റ് മേഖലയിൽ നിന്നാണ്. SNDP യോഗത്തിന്റെ അക്കൗണ്ട് വഴിയല്ല അടച്ചേക്കുന്നത്. അങ്ങനെ ഗുരുതരമായ തെറ്റാണ് ചെയ്തത്. അതിനെതിരായിട്ട് VS കൊടുത്ത കേസാണ് ഇപ്പൊ അന്വേഷണം പൂർത്തിയായി വരുന്നത്. അത് പല യൂണിയനുകൾ, ഇപ്പം റാന്നി യൂണിയനിലെ ചില യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ട് ആ സ്ത്രീകളുടെ പടമാണ് കേരളത്തിലെ മിക്കവാറും എല്ലാ യൂണിയനുകളിലും ആ സ്ത്രീകളാണ് പല യൂണിറ്റുകളായിട്ടും കാണിച്ചിരുന്നത്. ചേർത്തലയായാലും മറ്റുള്ളിടത്തായാലും ഞാൻ അറിഞ്ഞിടത്തോളം. അപ്പൊ അവരെല്ലാം പെട്ടുപോകത്തില്ലേ കാശടച്ചില്ലെങ്കിൽ? അവര് പെട്ടുപോകാന്ന് പറഞ്ഞാൽ യൂണിയൻകാർ അവസാനം നിവൃത്തിയില്ല, യൂണിയൻകാരുടെ കയ്യിൽ കൊടുത്തേ അവര് കൊണ്ട് നടക്കേണ്ടി വന്നു. അപ്പൊ യൂണിയനാണ് നഷ്ടം ഉണ്ടായത്. യൂണിയൻ അല്ല, യൂണിയനിലെ ഭാരവാഹികളാണ് ബലിയാടായത്. ഇപ്പൊ ചേർത്തല യൂണിയനിൽ സാർ അന്വേഷിച്ചു, ചേർത്തല യൂണിയനിൽ 25 ലക്ഷം രൂപ കൊടുത്തു. ആ 25 ലക്ഷം രൂപ അവിടെ ചെലവഴിച്ചിട്ടില്ല, അത് കൊടുത്തതില്ല. വെള്ളാപ്പള്ളിയുടെ ബന്ധുവാണ്, അത് അപകടമാണെന്ന് അന്ന് അദ്ദേഹം രാജിവെച്ചു പോയി. അപ്പൊ ഇതിനെതിരെല്ലാം അന്വേഷണം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിലെല്ലാം അന്വേഷണം നടക്കുന്നുണ്ട്. കുറെ എണ്ണത്തിന് യൂണിയന്റെ ഭാരവാഹികൾ മൊഴി കൊടുത്തു കഴിഞ്ഞു അന്നത്തെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വെള്ളാപ്പള്ളിയും മകനും ഒക്കെ അകത്താകുന്ന അവസ്ഥയുണ്ട് ഇപ്പൊ. ഉണ്ട്. ഈ വെള്ളാപ്പള്ളിയും മകനും കൂടിക്കൊണ്ട് 15,000 കോടി രൂപ പല യൂണിയനുകൾ വഴി എടുത്തിട്ടുണ്ട്. ശരി. യൂണിയനുകൾ വഴി നടന്നേക്കുന്നത് ഇതിനേക്കാൾ ഭീകരമായ തട്ടിപ്പാണ്. വേറെ ഒന്നുകൂടെ ഉണ്ട്. ഈ പല യൂണിയനുകളിലും ചെങ്ങന്നൂര്, പത്തനംതിട്ട, ഒരുപാട് യൂണിയനുകളിൽ പ്രത്യേക ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് യൂണിയന്റെ സ്വത്തുക്കളാണ് ആ ട്രസ്റ്റിൽ അതിനകത്തോട്ട് വന്നിരിക്കുന്നത്. അതിന്റെ പേര് കോളേജ് ഉണ്ടാക്കാന്ന് പറയും നാടിൽ നിന്നെല്ലാം പണം വാങ്ങി. അത് മുഴുവൻ നഷ്ടപ്പെട്ടു യൂണിയനുകൾക്ക്. ഇങ്ങനെ വലിയ തട്ടിപ്പാണ്. വളരെ വളരെ കൂടുതൽ തട്ടിപ്പും വളരെ കൂടുതൽ വെട്ടിപ്പും നടന്നു. കരുനാഗപ്പള്ളി SNDP യൂണിയനില് അവിടെ യൂണിയന്റെ വക സ്ഥലം അവിടുത്തെ ഇപ്പോഴത്തെ യൂണിയന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സെക്രട്ടറി ആയിരിക്കുന്ന ആളുടെ പേരിലേക്ക് 100 വർഷത്തേക്ക് പാട്ടത്തിന് എഴുതിയിരിക്കുക ഒരു പ്രത്യേക ട്രസ്റ്റ് ഉണ്ടാക്കി. അത് മുഴുവൻ ആ യൂണിയൻ അയാളും വെള്ളാപ്പള്ളി അടിച്ചോണ്ട് പോവുക പൈസ. ഈ വെള്ളാപ്പള്ളി ആണല്ലോ എന്നിട്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും SNDP ജനറൽ സെക്രട്ടറി ആവുന്നു, SN ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ആവുന്നു. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശന് അതിന്റെ പ്രസിഡന്റ് ആകുന്നത്, ട്രസ്റ്റി ആകുന്നത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രഹസനം മാത്രം. ഒരിടത്തും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നടക്കുന്നില്ല. ഒരു ശാഖയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന പ്രതിനിധികളാ വരുന്നത്. ഒരു ശാഖയിലും തെരഞ്ഞെടുപ്പില്ല. അവിടെ തെരഞ്ഞെടുപ്പൊക്കെ നടത്തിയെന്ന് പറയുന്ന രേഖ ഉണ്ടാക്കി വെച്ച് 2 പേരുടെ പേരെഴുതി വെച്ചാൽ പോലും അവരല്ല പിന്നെ വോട്ട് ചെയ്യുന്ന സ്ഥിരമായിട്ട് 500ഓളം ഗുണ്ടകളെ വെച്ച് അവര് വന്ന് വോട്ട് ചെയ്യും, ഇവര് വന്ന് ഊണും കഴിച്ചിട്ട് പോകണം. ഇതാണ് നടക്കുന്നത്. SN ട്രസ്റ്റിലാണെങ്കിൽ പബ്ലിക് ട്രസ്റ്റ് ആണ്. അതിന്റെ 100 രൂപ മെമ്പർമാര് അല്ലെങ്കിൽ 500 രൂപ മെമ്പർമാരുടെ വോട്ടാണ് ഏറ്റവും കൂടുതൽ വരേണ്ടത്. അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ട്രസ്റ്റുകളുടെ എണ്ണം 600 ആകുമ്പോൾ നേരിട്ടുള്ള ട്രസ്റ്റുകൾ, അതായത് 1 ലക്ഷം രൂപ കൊടുത്ത് ട്രസ്റ്റുകളാകുന്നുണ്ട്. അത് വെള്ളാപ്പള്ളി ഗണേശന്റെ കുടുംബത്തിൽ നിന്ന്, ട്രസ്റ്റിന്റെ ട്രഷററുടെ കുടുംബത്തിൽ നിന്ന്, പ്രസിഡന്റിന്റെ കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ പാർശ്വവർത്തികളുടെ കുടുംബങ്ങളിൽ നിന്ന് മാത്രമുള്ള അവരുടെ ഡ്രൈവർമാരും മറ്റുള്ളവരൊക്കെ ചേർന്നുള്ള അത് വേണ്ട 1000ഓളം പേര് വരും. അപ്പൊ ഒരിക്കലും ഇത് ട്രസ്റ്റ് നമ്മുടെ കിട്ടില്ല. ശരി ശരി. അപ്പൊ അവിടെയാണ് അന്വേഷണം നടക്കേണ്ടതും അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിലുള്ള സംരംഭങ്ങളൊക്കെ ഞങ്ങൾ നടക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ പോരാട്ടം വിജയിക്കട്ടെ. തീർച്ചയായിട്ടും.